പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ വാണിജ്യ മത്സ്യകൃഷിയിൽ 5 മുതൽ 10 കോടി രൂപയുടെ വരെ നഷ്ടമെന്ന് ഫിഷറീസ് വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. സ്വാഭാവിക മത്സ്യസമ്പത്ത് നശിച്ചതുമൂലം മത്സ്യത്തൊഴിലാളികൾക്ക് 3 മാസത്തെ തൊഴിൽ നഷ്ടമുണ്ടായേക്കും. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക പാക്കേജ് വേണമെന്ന് ഫിഷറീസ് വകുപ്പിന്റെ റിപ്പോർട്ട് ശുപാർശ ചെയ്തിരിക്കുന്നു. അതേസമയം പെരിയാറിലേക്ക് രാസമാലിന്യമൊഴുക്കിയ കമ്പനികളുടെ വിശദാംശങ്ങൾ തേടി ഏലൂർ നഗരസഭ രംഗത്തെത്തുകയാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എൻവയോൺമെന്റൽ എഞ്ചിനീയറോടാണ് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുനിസിപ്പൽ ചട്ടം 340A പ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ അറിയിച്ചിട്ടുണ്ട്. അരുൺ ശങ്കർ വിവരങ്ങളുമായുണ്ട്. അരുൺ, വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടായെന്നുള്ള കാര്യം അവർ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് ഏകദേശം ഒരു കണക്ക് കൂട്ടലിലേക്ക് എത്തുന്നു. പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നുള്ള ശുപാർശയുണ്ടാകുന്നു. അതെങ്ങനെയാണ്? ഒപ്പം തന്നെ ഏലൂർ നഗരസഭയുടെ നടപടികളും. ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുകയാണ്. ആ റിപ്പോർട്ടിലാണ് ഈ വാണിജ്യ മത്സ്യകൃഷി നടത്തിയവർക്ക് 5 കോടി മുതൽ 10 കോടി രൂപ വരെ നഷ്ടമുണ്ടായി എന്നുള്ളൊരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വാഭാവിക മത്സ്യസമ്പത്തിന് വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിച്ചു. അതുമൂലം മത്സ്യത്തൊഴിലാളികൾക്ക് 3 മാസം വരെ തൊഴിൽ നഷ്ടമാകും എന്നുള്ളതാണ് പ്രാഥമികമായിട്ടൊരു വിലയിരുത്തൽ. ഇത് പ്രാഥമികം മാത്രമാണ്. ഇനിയും വിശദമായ പഠനം നടക്കും. അതിൽ നിന്ന് മാത്രമേ എത്രത്തോളം നഷ്ടം സ്വാഭാവിക മത്സ്യസമ്പത്തിന് ഉണ്ടായി എന്നുള്ളത് കണക്കാക്കാൻ കഴിയുകയുള്ളൂ. ഈ പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക പാക്കേജ് വേണമെന്നൊരു നിർദ്ദേശമാണ് ഫിഷറീസ് വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വാഭാവിക മത്സ്യസമ്പത്ത് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഉണ്ടാകണമെന്നും ഫിഷറീസ് വകുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഈ പെരിയാറിൽ വിഷം കലർത്തിയ കമ്പനികൾക്കെതിരെ നടപടിയെടുക്കാൻ ഏലൂർ നഗരസഭ തുടക്കമിട്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഏതൊക്കെ കമ്പനികളാണ് പെരിയാറിൽ മലിനീകരണം നടത്തിയിട്ടുള്ളത് എന്ന് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന് ഏലൂർ നഗരസഭ അയച്ച നോട്ടീസിൽ വ്യക്തമാക്കുന്നത്. മുനിസിപ്പൽ ചട്ടം 340A പ്രകാരമാണ് നടപടിയെടുക്കുന്നത്. ഇത് പ്രകാരം മലിനീകരണം നടത്തിയിട്ടുള്ള കമ്പനികൾക്ക് 50,000 രൂപ വരെ പിഴയിടാൻ കഴിയും. അതോടൊപ്പം തന്നെ 6 മാസം വരെ തടവിനും ഈ ചട്ടം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇത്തരത്തിൽ നടപടിയെടുക്കാൻ പോകുന്നതെന്നുമാണ് നഗരസഭാ ചെയർമാൻ അറിയിച്ചിരിക്കുന്നത്. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.